ദീപകേട്ടാ, ശിവേട്ടനെ കണ്ടോ? ആ, അവിടെ എല്ലാരും കൂടിയിരിക്കുക, അവിടെ ഉണ്ടാവും. ആ, ഇത് ന്യൂ അഡ്മിഷനാ, ജീവേട്ടന്റെ നാട്ടുകാരാ. ഒന്ന് നോക്കിയേക്കണേ, ഞാനിപ്പോ ജീവേട്ടനെ വിളിച്ചോണ്ട് വരാം. ആ, ശരി. എന്താ പേര്? ശ്രീ. ഫുൾ നെയിം? ശ്രീനന്ദ മുരളി. മഞ്ഞിൻ കവിൽ ചേരുന്ന ഒരു പൊൻവെയിലായി മാറാം, നെഞ്ചം കണി കണ്ടേ നിറയേ. മഞ്ഞിൻ കവിൽ ചേരുന്ന ഒരു പൊൻവെയിലായി മാറാം, നെഞ്ചം കണി കണ്ടേ നിറയേ. കാണുന്നതിലെല്ലാം മഴവില്ലുള്ളതുപോലെ, ചേരുള്ളവയെല്ലാം വരവാകുന്നതുപോലെ, പുലരൊളിയുടെ കസവണിയണ മലരുകളുടെ രസനടനം, കാറ്റാടിത്തണലും തണലെത്തര മതിലും, മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും, മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും, കളിയൂഞ്ഞാലാടും നീ ഇടനാഴിയില. മതിയാവില്ലൊരു നാളിനും ഈ നല്ലൊരു നേരം, ഇനിയിതുപോലെ സുഖമറിയുന്നൊരു കാലം, കാറ്റാടിത്തണലും തണലെത്തര മതിലും, മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും, മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും, കളിയൂഞ്ഞാലാടും നീ ഇടനാഴിയില. ശിവേട്ട, അടിപൊളി. എന്താ കുട്ടാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ആടെ ആരുമില്ലേ? എന്റെ ജീവേട്ടാ, അത് പറയാൻ വേണ്ടിട്ടാ വന്നേ. എന്താ ഇപ്പം? എന്റെ ജീവേട്ടാ, നിങ്ങളുടെ നാട്ടുകാർ ഇവിടെ വന്നിട്ടുണ്ട്. ജീവേട്ടനെ അറിയാന്ന് തോന്നുന്നു, അതുകൊണ്ടാ ഞാൻ. അതാരിപ്പാ? ഞാൻ വരുന്നു. എന്റെ ചെക്കന്മാരെ, നിങ്ങൾ എന്നെ നോക്കിക്കോട്ടാ, ബാക്കിയല്ല നമ്മൾ ഏറ്റുകേട്ടാ. ഈ ഫ്രഷേഴ്സ് ഡേക്ക് നമ്മുടെ പാട്ട് എന്തായാലും ഗംഭീരമായിരിക്കും. അത് പറച്ചില്ല മാത്രം കണ്ടാ പോരാ, കാണണം. അല്ല, ഇതാര്? മാമനാ? മാമനെന്താ ഇടാ? മാമൻ മാത്രമല്ല, മാമന്റെ മോളും ഉണ്ട് ഇടാ. അല്ലാമ്മ, ശ്രീ ഈടന്തേ? ഓളെ ഈട അഡ്മിഷനാ? പിന്നെന്തിനു ഞാൻ എടുക്ക് പറഞ്ഞു? ഓള് ഇടന്ന് ചേർക്കാന്ന്. പിന്നെ നീ ഇടണ്ടെന്ന് അറിയല്ലോ, അതുകൊണ്ട് പിന്നെ പേടിയൂല. ശരി, അപ്പൊ ഈട ചേർക്കാനാ? ഇത് കൊള്ളാല. അപ്പൊ നന്ദു? നന്ദു ഇപ്പൊ നാട്ടിൽ നിന്ന് BEd ചെയ്യുന്നില്ലേ? ഓക്ക് ഇങ്ങോട്ട് പറഞ്ഞൊന്നുമില്ല. ഇനി ഇവക്ക് അവിടെ പഠിക്കണമൊന്നുമില്ല. അപ്പൊ പിന്നെ ഇവിടെ വന്നിട്ട് പഠിക്കുന്നതല്ലേ നല്ലത്. ഇടാമ നീ ഉണ്ടല്ലോ. അതെ, ഇവളെ കൊറേ കാലം കഴിഞ്ഞിട്ട് ഇപ്പൊ കാണുന്നേ. നല്ല മാറ്റമുണ്ട്. അല്ല മാമ, അഡ്മിഷൻ എടുത്താ? അതെ, ഇപ്പൊ വന്നത്രയാ? ഇല്ലപ്പാ, അഡ്മിഷൻ എടുക്കണത്രേ. പോണ ഉള്ളിലേക്ക്. അപ്പോ ഇവരെ കണ്ടു, ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞു. അഡ്മിഷന് വേണ്ട എല്ലാ പേപ്പേഴ്സും ഉണ്ടാന്ന് നോക്കുന്നുണ്ട്. അത് നമ്മുടെ കോളേജിലെ സ്റ്റുഡന്റ് ഫെഡറേഷനാ. അവരെല്ലാരും വന്നപ്പോ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട്. വെറുതെ ഇനി ഉള്ളിൽ പോയിട്ട് വെറുതെ തപ്പാ നിക്കണ്ടല്ലോ. മുമ്പ് ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് പോകുന്നതല്ലേ നല്ലത്. അങ്ങനെ അതെന്തായാലും നന്നായി. ഇല്ലെങ്കിൽ നമ്മളെ പോലത്തെ എന്തോ അറിയാത്ത ആൾക്കാർ വന്നിട്ട് വെറുതെ ആവില്ലേ? ഇങ്ങനെയുള്ള നല്ലതാ. എന്നാ നമുക്ക് ഉള്ളിൽ പോയാലോ? ഇവളുടെ എല്ലാം കറക്റ്റ് ഉണ്ടെന്നാ പറയുന്നത്. എനിക്കാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടെന്ന് പോലും അറിയത്തില്ല. ഇവർക്ക് വേണ്ട ഡിപ്പാർട്ട്മെന്റ് കണ്ടുപിടിക്കണ്ടേ? നീ ഏതായാലും ബാ, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഒന്നും പണിയില്ല. ആടെ വെറുതെ പാട്ടെല്ലാം പ്രാക്ടീസ് ആക്കിക്കൊണ്ട് നിന്നത്. ഇനിയിപ്പോ നിങ്ങളെ കണ്ടില്ലേ? വാ, നമുക്ക് പോവാം. വാ ശ്രീ.
അപ്പൊ മോളെ ശ്രീ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ് ഇനി ഇവിടെ തന്നെയാ 3 കൊല്ലം പഠിക്കാനുണ്ട്. വെറുതെ ഉഴപ്പി നടക്കല്ലേട്ടാ, നന്നായി പഠിക്കണം. എന്റെ അപ്പ എന്നെ കണ്ടിട്ട് അപ്പാന് എങ്ങനെ തോന്നുന്നേ? എന്റെ മോളെ, നീ എന്നെ കൊണ്ട് വേറെ ഒന്നും പറയിപ്പിക്കല്ലേ. നിന്നെ കണ്ട എന്താ തോന്നുന്നതെന്ന് എനിക്ക് പറയണം. അപ്പൊ എന്താ ജീവട്ടം നോക്കുന്നു? ഓനിപ്പോ നിന്നെ അറിയാത്ത പോലെ. എടച്ചിക്ക, ഇവക്കിടെ ഹോസ്റ്റലിൽ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ഇനി പിന്നെ എനിക്ക് എപ്പോഴും വരാനും പറ്റില്ല. നീടെ ഉണ്ടെന്നുള്ള ധൈര്യത്തില്ല. എപ്പോഴും ഓളമേലെ ഒരു കണ്ണു വെക്കണം കേട്ടോ. എന്റെ മാമ, നിങ്ങൾ എന്തിനിങ്ങനെ പേടിക്കുന്നേ? ഞാനില്ലേ, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ടോ. അതന്നെ ധൈര്യം. ഇനിയിപ്പോ ഹോസ്റ്റലിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കട്ടെ. എന്നിട്ട് ഈ നേരെ പോണം. ഇന്ന് എത്തണ്ടേ വീട്ടിലേക്ക്. ഇവര് ക്ലാസ് ഒക്കെ ഇപ്പൊ തുടങ്ങുന്നേ, എന്തെങ്കിലും അറിയോ? ഇല്ല അമ്മ, ഇതുവരെ ഡേറ്റ് ഒന്നും പറഞ്ഞില്ല. പറഞ്ഞ ഞാൻ അറിയിക്കാം. നിങ്ങൾ ഏതായാലും പോവും, ഇനി വൈകിക്കണ്ട. എന്നാ ശരി, ഞാന് വരട്ടാ. എന്നാ നിങ്ങൾ പോട്ടാ. എന്റെ പ്രശ്നയുടെ മുത്തപ്പ ഇടകട പോണെന്നറിയുന്നില്ലല്ലോ. ഹലോ ശ്രീ, എന്താണ് ഇവിടെ നിൽക്കുന്നേ? ക്ലാസ്സിൽ പോകുന്നില്ലേ? അപ്പാ ജീവട്ടാ, നിങ്ങ വന്നല്ലേ ഒരു സമാധാനായി. എനിക്കിപ്പോ എവിടെ പോണെന്നറിയാതെ ഇങ്ങനെ നിൽക്കുക. എന്നൊന്ന് ക്ലാസ്സിലേക്ക് ആക്കുവാ. എനിക്കാണെങ്കിൽ ക്ലാസ് എവിടെന്ന് അറിയത്തില്ല. ശരി, ഞാൻ അന്ന് കാണിച്ചിട്ടാ നിങ്ങൾക്ക് അത്ര ഓർമ്മയില്ലേ? എന്റെ പൊന്നേട്ടാ, എങ്ങനെ ഓർക്കാൻ ഒരിക്കൽ കണ്ടാലല്ലോ. ഒന്ന് കാണിച്ചതാ. ഇപ്പൊ തന്നെ ലേറ്റ് ആവുന്നുണ്ട്. നീ പേടിക്കണ്ട പെണ്ണേ, ഞാനല്ലേ കൂടെ ഉള്ളത്. എന്നെ കണ്ട ഏത് ടീച്ചേഴ്സും ക്ലാസ്സിൽ കേട്ടു. നീ പേടിക്കാതിക്ക്. വാ, ഞാൻ നിന്നെ കൊണ്ടാക്കാം. നിങ്ങ വലിയ കില്ലാടിയല്ലേ? ചെറുതായിട്ട്. എന്താ പെണ്ണെ ഇവിടെ നിൽക്കുന്നേ? ക്ലാസ് കഴിഞ്ഞിട്ട് പോവാനായിട്ട് ഹോസ്റ്റലിൽ പോകുന്നില്ലേ? എന്റെ ജീവേട്ടാ, ആടെ 6 മണിക്കാ ക്ലോസിംഗ് ടൈം. എനിക്ക് ഇനിയും ടൈം ഉണ്ട്. ഞാൻ അതുകൊണ്ട് ഇപ്പൊ തന്നെ പോകുന്നില്ലാന്ന് വിചാരിച്ചു. വീടാണെങ്കിൽ എല്ലാം കാണാനുണ്ടല്ലേ, അങ്ങനെ നിന്നതാ. നിനക്ക് ആ ഒരു ഫ്രണ്ട്സിനെ കിട്ടിയിട്ടേ? ഓ കിട്ടി. പക്ഷെ എന്ത് ചെയ്യാന്, അവരെല്ലാം വീട്ടിലേക്ക് പോകുന്നവരാ. അവരിപ്പോ പോയി. ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ. ക്ലാസ്സിൽ ആരും ഹോസ്റ്റൽസ് ഇല്ല? അറിയൂല, ഇന്ന് പോയിട്ട് നോക്കിയിട്ടാണത്രേ ആരെല്ലാം ഹോസ്റ്റലിൽ നിൽക്കുന്നെന്ന്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇവിടെ തന്നെ നിൽക്കുന്ന? നിങ്ങൾക്ക് ഹോസ്റ്റലല്ലേ? ആണേ, എനിക്ക് ഹോസ്റ്റലിൽ പോകണം. എനിക്ക് പിന്നെ തിരക്കൊന്നുമില്ല. എനിക്ക് കുറച്ച് പണിയുണ്ട്. ബാ എന്റെ കൂടെ. ഞാനേ എന്റെ ഫ്രണ്ട്സിനെ കുറച്ചാളെ പരിചയപ്പെടുത്തി തരാം. ഐശ്വരി, അതിലും ബുദ്ധിമുട്ടാവല്ലേ? എന്ത് ബുദ്ധിമുട്ട്? നീ ബാ പെണ്ണേ. ഓക്കെ, എനിക്കാണെങ്കിൽ ടൈമും ഉണ്ട്. കളി തുടങ്ങി അങ്ങനെ പള്ളിവാള് പറ്റവട്ടകം കയ്യിലേങ്ങും തമ്പൂരടി കളി കളി തുടങ്ങി അങ്ങനെ. കൊള്ളാലോടാ. എന്തിനാ നിർത്തിയപ്പോ? ഇല്ല ഏട്ടാ, എന്തോ ഒന്ന് തെറ്റുന്ന പോലെ തോന്നുന്നുണ്ട്. എന്തിയെന്ന് അറിയുന്നില്ല. അത് കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നേരെ ആയിക്കോളുപ്പാ. നീ വെറുതെ ഇങ്ങനെ ടെൻഷൻ ആവൊന്നും വേണ്ട. എടാ പിള്ളേരെ, നിങ്ങൾ എല്ലാം ഓനെ സപ്പോർട്ട് ചെയ്തേ. ഇല്ലെങ്കിൽ പാടല്ല കേട്ടാ. എന്നാ 2 ആളോടും കൂടി പറയാം. നമ്മള് ഫ്രഷേഴ്സ് ഡേ എല്ലാവർക്കും ഇഷ്ടമാവണം. മെയിൻ നിങ്ങളെ സോങ്. ഓക്കെ? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരാളെ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നേ. ഇത് ശ്രീ, എന്റെ മാമന്റെ മോളാ. അപ്പൊ ശ്രീ, ഇതാണ് എന്റെ ഫ്രണ്ട്സ് എല്ലാം. ഇതിൽ എന്റെ ക്ലാസ്മേറ്റ്സ് ഉണ്ട് കുറെ ആള്, കുറച്ച് ജൂനിയേഴ്സും ഉണ്ട്. അതാ ഏട്ടാന്ന് വിളിച്ചോണ്ടിരിക്കുന്നേ. ഇത് ദീപക്. ഇവനെ ഇപ്പൊ മെയിൻ ആയിട്ട് ഇവിടെ നാടൻ പാട്ട് പാടിയ. ഇവൻ എന്റെ ക്ലാസ്മേറ്റാ. ഇത് കുട്ടേന്. ഇവൻ എന്റെ ജൂനിയറാ. ഇവനെ നീ കണ്ടിട്ടുണ്ടാവുമല്ലോ അഡ്മിഷൻ ടൈമില്. ഇവര് 2 പേരും കണ്ടിനല്ലേ. പിന്നെ ഇത് വിഷ്ണു, എന്റെ ക്ലാസ്മേറ്റാ. ഇത് രാജു, ഇവൻ എന്റെ ജൂനിയർ. പിന്നെ നമ്മളെ പെൺപട ദീച്ചു, ലച്ചു, ചേച്ചി നിതിമര, ദീക്ഷ ആൻഡ് ലക്ഷ്മി. ദീക്ഷ എന്റെ ക്ലാസ്മേറ്റാ. ലക്ഷ്മി ഒരു ക്ലാസ്സിന് ചേർത്ത്. അപ്പൊ ഇത്ര ആളാണ് ഇപ്പൊ ഉള്ളതെന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും ഞാൻ പിന്നെ പരിചയപ്പെടുത്താം. ഓക്കെ? ഹായ്.
എന്റെ പേര് ശ്രീന്നല്ലാട്ടാ, ശ്രീനന്ദാണ്. എല്ലാരും ശ്രീന്നാ നാട്ടില് വിളിക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ വെറൈറ്റിക്ക് നന്ദു എന്ന് വിളിച്ചോ. ആ അത് കൊള്ളാം. എല്ലാരും ശ്രീന്ന് വിളിക്കുമ്പോ നമ്മ എന്തായാലും മാറ്റി വിളിക്കണമല്ലോ. ജീവേട്ടാ, നന്ദു എങ്ങനെയുണ്ട്? അത് വേണ്ട, നിങ്ങൾ ആരും നന്ദു എന്നുള്ള വിളിക്കണ്ട. അതെന്താ ജീവേട്ടാ? എന്റെ പൊന്നു പിള്ളേരെ, ഓളെ ചേച്ചിയുടെ പേര് എന്തെന്നറിയോ? നന്ദന മുരളീന്ന. ഇനിയിപ്പോ രണ്ട് കൺഫ്യൂസ് ആക്കും. വെറുതെ എന്തിനി? അതിനും ഓളെ ചേച്ചി ഇവിടെ ഇല്ലല്ലോ, പിന്നെന്തപ്പാ? ദശക്ക, ഞാൻ പറയുന്നേക്ക്, വെറുതെ എന്റെ കയ്യിൽ നിന്ന് മണിക്കാൻ നിൽക്കണ്ട. ഓളാരും നന്ദു എന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. ജീവേട്ടാ, അതെന്തപ്പാ? നീ മിണ്ടാണ്ട് നിക്ക്. മനസ്സിലാവുന്നുണ്ട് ട്ടാ. മിണ്ടാണ്ട് നിന്നില്ലെങ്കിലേ 32 പല്ലും ഞാൻ താഴെ ഇടൂട്ടാ. എടാ കുട്ടാ, വേണ്ട കേട്ടാ, ഓനെ വെറുതെ ദേഷ്യപ്പെടുത്തല്ല. അപ്പൊ എല്ലാരോടും പറയുന്നു ഓളെ ശ്രീത് വിളിച്ചാ മതി. ഇനി വാലും ചേർക്കേണ്ട, തലയും ചേർക്കട്ടെ. ഇനി ജീവേട്ടാ, അതെന്താ എന്നെ ശ്രീന്ന് വിളിക്കാൻ പറയുന്നേ? നന്ദു എന്ന് വിളിച്ചാലെന്തേ? എന്റെ പെണ്ണെ, ഞാൻ നിന്നെ നന്ദുന്ന് വിളിച്ചെങ്കിൽ നാട്ടിൽ പോയിട്ട് നന്ദുന്ന് വിളിക്കുമ്പോ എനിക്കാകെ കൺഫ്യൂസ് ആവും. എന്റെ ജീവേട്ടാ, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. എനക്ക് തന്നെ എല്ലാരും എന്നെ ശ്രീന്ന് വിളിച്ചിട്ട് തന്നെ മതിയായി. ഈടെങ്കിലും എന്നെ എല്ലാരും നന്ദു എന്നൊക്കെ വിളിക്കട്ടെ. എന്റെ ഒറിജിനൽ നെയിം അങ്ങനെ തന്നെയല്ലേ? എടാ, എനിക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. അയ്യോ. ഹലോ ഏട്ടാമാരെ, ചേച്ചിമാരെ, എന്നെ നന്ദു എന്ന് വിളിച്ചാൽ മതി, ശ്രീന്ന് വിളിക്കണ്ട കേട്ടോ. ഈ ഏട്ടനാ ഞാൻ ശരിയാക്കിക്കോളാം. അങ്ങനെ പറ എന്റെ കുഞ്ഞുമങ്ങളെ. ഈ സഖാവിനെ നിലക്ക് നിർത്താൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോ സന്തോഷാണ്. അപ്പോ നന്ദു, ഓക്കെ? വീടൊക്കെ എന്റെ പൊന്നെ, നോക്കാം എന്താവും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി മാസങ്ങളായി. ശ്രീ കോളേജ് ആസ്വദിച്ചു തുടങ്ങി. തൻ്റെ ക്ലാസ്മേറ്റിനേക്കാളും അവൾ കൂടുതൽ സമയം ചെലവഴിച്ചത് ജീവേട്ടൻ്റെ കൂടെയാണ്. ജീവയുടെ കൂടെയും അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയും ചെലവഴിച്ച സമയങ്ങൾ അവൾ ഒരുപാട് ആസ്വദിച്ചു. എന്നാൽ അവരെല്ലാവരും ഇവരെ തന്നെ ശ്രദ്ധിച്ചു. ആരും കാണാതെ കണ്ണുകൾ കൂട്ടിയിടിക്കുന്നതും അവ തമ്മിൽ എന്തോ ഒരു നിമിഷം സംസാരിക്കുന്നതും എന്നാൽ തുറന്നു പറയാൻ ആർക്കും ധൈര്യമില്ലാത്തതുമായ എന്തൊക്കെയോ കാര്യങ്ങൾ. ദിവസങ്ങൾ പോകെ ശ്രീ എന്ന പേര് ആരും കേട്ടില്ല. നന്ദു 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 എന്ന് മാത്രമായിരുന്നു. അങ്ങനെ അവസാനം പരാജയത്തിനായി ജീവയെ അവളെ നന്ദു എന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നെ കോളേജിൽ അതൊരു പാട്ടായിരുന്നു. ജീവനും നന്ദുവും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ? ജീവയുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് കുട്ടനും വിഷ്ണുവും അവളുടെ ടീമിലായി. പിന്നെ അതൊരു അന്വേഷണമായിരുന്നു. ചെറുതി കരുതി മിഴിയോരം ഞാനുരുകി പകുതി നിമിനേരം നോട്ടം മനസ്സിന്നറുകളിലൂറി
അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഫസ്റ്റ് സെം കഴിഞ്ഞ് സെക്കൻഡ് സെമ്മിലേക്കുള്ള യാത്ര. ജീവയുടെയും നന്ദുവിൻ്റെയും കാര്യത്തിൽ ആർക്കും ഒന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. എന്നാലും എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നാലും അവർ തന്നെ പറയണമെന്ന് അവരും ആഗ്രഹിച്ചു. ആ എന്തായി? എന്താ എല്ലാരും ഇവിടെ നിൽക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ജീവ, ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ച പോലെയല്ല. എത്ര തവണയാ കംപ്ലൈന്റ് ചെയ്തതെന്നറിയോ? അതിനെതിരെ ഇതുവരെ ഒരു ആക്ഷനും എടുത്തില്ല കോളേജ്. എന്താ സംഭവിക്കുന്നെന്ന് മനസ്സിലാവുന്നില്ല. ഇതെന്തായാലും നീ ഇടപെട്ടേ മതിയാകും. കോളേജ് ഹോസ്റ്റലിൽ വെള്ളമില്ല ഇപ്പോൾ. മോട്ടോർ കംപ്ലൈൻ്റാന്ന് പറഞ്ഞിട്ട് ഒരു മാസമല്ല, അതിൽ കൂടുതലായി. വാട്ടർ അതോറിറ്റിയിൽ നിന്ന് 2 ദിവസത്തിൽ ഒരിക്കലാ ഇവിടേക്ക് ടാങ്കിൽ വെള്ളം കയറ്റുന്നത്. നമ്മൾ പെൺപിള്ളേർക്ക് എങ്ങനെ മതിയാവാനത്? ഇവിടുത്തെ ഹോസ്റ്റലിൽ 200-ൽ മേൽ പെൺപിള്ളേരുള്ളത്. ഈ പീരിയഡ്സ് ടൈമിലൊക്കെ നമുക്ക് വെള്ളം അധികം വേണം. ഇതും പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് ഒരു ആക്ഷനും എടുക്കുന്നില്ല കോളേജ്. അതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ സമരം ചെയ്യുമോ ഇപ്പോൾ? എന്നിട്ട് ആരും വന്നില്ലേ? പ്രിൻസി കണ്ടു നമ്മുടെ സമരം. അയാൾ പറഞ്ഞു നിർത്തിയിട്ട് പോവാൻ, അല്ലാണ്ട് ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റത്തില്ലാന്ന്. അങ്ങനെ പറഞ്ഞ അയാള്? ആ ഏട്ടാ, അയാൾ പറഞ്ഞത് കോളേജിന്റെ ഭാഗത്തുനിന്നല്ല, മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് പിഴ പറ്റിയെന്ന്. അവരോട് ഈ കാര്യം അവതരിപ്പിച്ചപ്പോ അവര് പറയുന്നത് ഇത് ശരിയാക്കാനൊന്നും പറ്റത്തില്ലെന്നാ. നമ്മൾ എത്ര ദിവസം ഇങ്ങനെ നിൽക്കണം? ജീവേട്ടാ, എന്തേലും ചെയ്യണം. ഇതിങ്ങനെ വിട്ടാ പറ്റൂല. ആടാ, മനസ്സിലായി. ഞാൻ എന്തേലും ചെയ്യാം. ജീവ, സമരം നിർത്താൻ വേണ്ടിട്ട് പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. അതും കൂടാതെ അവിടെ സമരം ചെയ്യുന്ന ആൾക്കാർ തല്ലുന്നുണ്ട്. ഈ ക്യാമ്പസിൽ വന്നിട്ട് തല്ലാൻ മാത്രം ധൈര്യമായ? എന്നാ നോക്കണല്ലോ അവരാ. ശിവേട്ടാ, എന്തെങ്കിലും പറ്റിയോ? എനിക്കെന്തായിട്ടാ? ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ആയെങ്കിൽ അവരൊന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേ. എല്ലാരും. നിനക്കെന്തായി പെണ്ണ്? നീ എന്തിനു കരയുന്നേ? പേടിക്കാതെക്കോ. എനക്കെന്തുമില്ല, ഞാൻ ഓക്കെയാ. അങ്ങനെ സമരവും പഠിത്തമൊക്കെ ആയിട്ട് കോളേജ് ലൈഫ് അങ്ങനെ പോയി. നന്ദു തന്റെ മാതൃഭാഷ എല്ലാവരും പറഞ്ഞു കൊടുക്കാനും ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഭാഷയിൽ നല്ല വ്യത്യാസവും വന്നു. അങ്ങനെ വർഷം ഒന്ന് കഴിഞ്ഞു. ജീവേട്ടൻ ഇപ്പോൾ ഗസ്റ്റ് ലെക്ചറായിട്ട് അതേ കോളേജിൽ തന്നെ ചേർന്നു. കൂടെ കറസ്പോണ്ടൻസായി MPhil ചെയ്യുന്നുണ്ട്. ശ്രീ ഇപ്പോൾ സെക്കൻഡ് ഇയർ ആണെങ്കിലും ജീവേട്ടന്റെ പിറകിൽ നിന്ന് അവൾ മാറിയിട്ടില്ല. അതുപോലെ തന്നെ സഖാവ് ജീവനും. അവന് അവളുടെ കാര്യത്തിൽ ഒരു പിഴവും സംഭവിച്ചിട്ടില്ല.
ഫ്രണ്ട്സിനപ്പുറം എന്തോ ഒരു ബന്ധം അവർക്കിടയിലുണ്ടെന്ന് അവർക്ക് തികച്ചും അറിയാറുണ്ട്. അതങ്ങനെ പോയി. വീണ്ടും ഒരു വർഷം. ഡിഗ്രി തേർഡ് ഇയർ പഠിക്കുന്ന നന്ദുവും PG സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടനും പിന്നെ നമ്മുടെ വിഷ്ണു ലാബ് അസിസ്റ്റന്റായി അവിടെ തന്നെയായി. സഖാവ ജീവൻ ക്ലാസ്സിന് പുറത്ത് ജീവേട്ടനായും ക്ലാസ്സിനകത്ത് പ്രൊഫസർ ജീവയായി അറിയപ്പെട്ടു. കൂടെ MPhil കംപ്ലീറ്റ് ചെയ്യുകയും നെറ്റ് എക്സാമിൽ പാസ്സാവുകയും ചെയ്തു. PSC എഴുതി. ഇനിയിപ്പോൾ റിസൾട്ടിന് മാത്രം വെയിറ്റ് ചെയ്താൽ മതി. നന്ദുവിൻ്റെ ഡിഗ്രി ലൈഫ് കഴിയാൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം കുട്ടേട്ടാ, എന്താണ് നടക്കുന്നേ? എന്റെ പെങ്ങളെ നീ അറിഞ്ഞിട്ടപ്പോ? അയ്യടാ, എന്ത് രസമായിട്ടുണ്ട്. എപ്പോഴും ആ സഖാന്റെ കൂടെ നടക്കുമ്പോ ഈ കാര്യം അറിഞ്ഞിട്ടാ? എന്റെ കുട്ടേട്ടാ, നിങ്ങൾ എന്ത് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്ന് തെളിച്ച് പറ. അപ്പൊ നിന്റെ ക്ലാസ്സിൽ വന്നിട്ടാണ് സ്വന്തമാക്കിട്ടാ? നിങ്ങൾ എന്തിനെ കുറിച്ച് പറയുന്നതെന്ന് പറ. ഓ, എന്റെ പെങ്ങളെ ഒരു ഷോർട്ട് ഫിലിം ഇറക്കുന്നുണ്ട് കോളേജിൽ നിന്ന്, അറിഞ്ഞിട്ടാ? അതിനുള്ള ആക്ടേഴ്സിനെ സെലക്ട് ആക്കുന്നതാ ഇപ്പൊ കാണുന്നേ. എന്ത് ഷോർട്ട് ഫിലിം? എനിക്ക് എന്നോട് ആരും പറഞ്ഞിട്ടാ? ശരി, അപ്പൊ ഞാനുണ്ടല്ലോ. എന്ത് നീ ഉണ്ടെന്നാ? നിങ്ങക്ക് അഭിനയിക്കാനല്ലോ അറിയോ? അഭിനയിക്കാന് ഞങ്ങക്ക് അറിയോന്ന? ആരോട് ചോദിക്കുന്നത് നിങ്ങ? എന്റെ കുട്ടേട്ടാ, 4ാം ക്ലാസ്സില് ഞാൻ ഒരാളെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് അഭിനയിക്കാൻ തുടങ്ങിയതാ. എന്നോടാ നിങ്ങൾ ചോദിക്കുന്നത് അഭിനയിക്കാൻ അറിയോന്ന്? എന്റെ പെങ്ങളെ, നിനക്ക് ഇത്ര കഴിവുണ്ടെന്ന് എനിക്കറിഞ്ഞിട്ടാ. എന്നാ നീ പോയിട്ട് ഓഡിഷനിലേക്ക് സെലക്ട് ആയാലോ? അത് പിന്നെ ആദ്യം തന്നെ പോയിട്ടേക്കല്ലേ പറ്റൂല. എനിക്ക് സ്റ്റോറി എന്തെന്ന് അറിയണം. എന്റെ പെണ്ണെ, സെലക്ട് ആയ പിന്നെ സ്റ്റോറി എന്തൊന്നും പറയത്തുള്ളൂ. നീ ആദ്യം പോയിട്ട് എന്തെന്ന് നോക്ക്. കായപ്പ, ഇതെന്ത്? എടി പെണ്ണെ, പോയിട്ട് നോക്ക്. സെലക്ട് ആയാലും ഒരു ഭാഗ്യമല്ലേ. ഫിലിമിലെല്ലാം അഭിനയിക്കാന്ന് പറഞ്ഞാ എല്ലാവർക്കും പറ്റണമെന്നില്ല. നീ ഒന്ന് പോയിട്ട് നോക്ക്. പോണോ? അല്ല കുട്ടേട്ടാ, ജീവേട്ടൻ പോന്നാ? ഓ, നിന്റെ ജീവേട്ടൻ അല്ല പെണ്ണെ. നീ എന്തിനീ എല്ലാത്തിനും ജീവേട്ടൻ വേണമെന്ന് കേൾക്കുന്നേ? എന്തുണ്ട് നിനക്ക്? നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടാ? എന്റെ കുട്ടേട്ടാ, ഞാൻ എന്ത് ചോദിക്കുന്നത്, നിങ്ങൾ എന്ത് പറയുന്നേ? ഞാൻ ചോദിച്ചിട്ട് ഉത്തരം പറ. ഓ, നിന്നെ കൊണ്ട് ജീവേട്ടനി അതിലേതോ ഒരു സീൻ കണ്ടിട്ട് അതിൽ താല്പര്യമില്ലാത്ത പോലെ തോന്നി. അതുകൊണ്ട് പിന്മാറിന്നാ പറയുന്ന കേട്ടെ. അല്ല, നിനക്ക് നീ ജീവേട്ടില്ലെങ്കോ? അല്ല, അപ്പൊ ജീവേട്ടന് കഥ അറിയോ? എന്റെ പെങ്ങളെ, ജീവേട്ടന്റെ ക്ലാസ്സിലെ ഒരു കുട്ടിയാ ഈ സ്റ്റോറി എഴുതി. അതേതോ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസറിന് ഇഷ്ടമായി എന്ന് പറഞ്ഞു. അതപ്പോ ജീവേട്ടൻ അറിഞ്ഞിട്ട് പ്രിൻസിപ്പലിനോട് സംസാരിച്ചിട്ടെല്ലാം ചെയ്യുന്നത് ഈ കാണുന്നതല്ലോ. ജീവേട്ടൻ പറയുന്ന കേട്ടിട്ട് സ്റ്റോറി നല്ലുണ്ടെന്നാ കേട്ടത്. അതെയാ? ജീവേട്ടൻ അങ്ങനെ പറഞ്ഞു? എന്നാന്ന് നോക്കണല്ലോ. ഇനിയിപ്പം സെലക്ട് ആയില്ലെങ്കിൽ അല്ല, നോക്കാലേ. നീ പോ പെണ്ണേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു കുട്ടേട്ടാ. ഞാൻ ഒന്ന് പോയിട്ട് നോക്കിട്ട് വരാട്ടാ. ഓ, സെറ്റ്. കുട്ട, നന്ദു എടുക്ക് ഓടിക്കൊണ്ട് പോയേ. ആ, ജീവട്ടം വന്നോ? ഇപ്പൊ കുറച്ചു മുമ്പ് വന്നിനെങ്കിൽ എന്താന്ന് അറിയിട്ടില്ലേ? ഇതിപ്പോ വന്നിട്ട് എന്താക്കാൻ? എടാ മനുഷ്യന്മാരെ പൊട്ടം കളിപ്പിക്കാരുടെ കാര്യം പറ. എന്റെ ജീവേട്ട ഓക്ക് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെന്ന്. അങ്ങനെ ഓളതിൽ സെലക്ഷന് പോയിട്ടുണ്ട്. എന്ത്? ഓളോ? അതിന് എന്ത് ജീവേട്ട എങ്ങനെ പറയുന്നേ? ഓള് പോയിട്ട് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അല്ലേ ഇങ്ങനത്തെ ഒരു അവസരം മുതലാക്കുന്നത്? അതെ അതെ, പക്ഷെ അതില് ഓക്ക് നോക്കട്ടെ. ഓക്ക് സെലക്ഷൻ കിട്ടിയ എന്നെ വന്നിട്ട് കാണാൻ പറയണം. അതറിഞ്ഞ ഞാൻ ഉറപ്പായും കാണാൻ പറയാം. ശരി എന്നാ. അല്ല ചക്ക, നിങ്ങക്ക് ക്ലാസ് ഒന്നും ഇല്ലേ? നീ എന്തെങ്കിലും പുറത്ത്? എന്റെ ജീവേട്ട, ഈ കോളേജിൽ എത്രമാത്രം നല്ല കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നിങ്ങൾക്ക് അതെല്ലാം പോയിട്ട് ശ്രദ്ധിച്ചൂടെ? എന്റെ കാര്യം എന്തിനു നോക്കുന്നേ? ഡാ കുട്ട, നിനക്ക് ഈടായിട്ട് നല്ല മാറ്റം ഉണ്ട് കേട്ടാ. എന്റെ കയ്യിൽ നിന്ന് കിട്ടാത്ത കുറവാ. എന്നാരോ വിളിക്കുന്ന പോലെ എനിക്ക് തോന്നിയതേ ദീപക്കേട്ടൻ വിളിക്കുന്നുണ്ടെന്നാ. എന്നാ ഞാൻ പോയിട്ട് നോക്കിട്ട് വരട്ടാ. ജീവേട്ടാ, എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞേ? ഓ, അപ്പൊ നീയുടെ വന്ന സ്ഥിതിക്ക് നിനക്ക് സെലക്ഷൻ കിട്ടിയെന്നല്ലേ അർത്ഥം? നീ അത്രയ്ക്ക് നല്ല ആക്ടർ ആയിരുന്ന? എനിക്കറിയില്ലായിരുന്നു കേട്ടാ.
എന്റെ ജീവേട്ടാ, 4ാം ക്ലാസ് ഒരാളെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടാ ഞാൻ ഇതിന്റെ പിറകെ പോയത്. ജീവേട്ടന് ഇതൊന്നും അറിയില്ലേ? 4ാം ക്ലാസ് ആരെ നീ കണ്ടിട്ട്? വേറെ ആരും, ജീവേട്ടൻ തന്നെ. ജീവേട്ടൻ നന്നായി അഭിനയിക്കുന്നത് എനിക്കറിയാം. ജീവേട്ടനെ കണ്ടിട്ടല്ലേ ഞാൻ ഇതിൽ പോയത്. അല്ലേ ജീവേട്ടാ, നിങ്ങൾ എന്താ ഒഴിവായത്? എന്റെ പെണ്ണെ, നീ സ്റ്റോറി വായിച്ചിനാ? ആ ഇല്ല, കുട്ടേട്ടൻ പറഞ്ഞാലോ സെലക്ട് ആയെങ്കിൽ മാത്രമേ സ്റ്റോറി പറയുന്നു. അതുകൊണ്ട് ഞാൻ വായിക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടല്ലോ. ഓ, ആ മണ്ട ഓരോ പൊട്ടത്തരം പറഞ്ഞ നീ അതങ്ങനെ വിശ്വസിക്കണം? സ്റ്റോറി എല്ലാം തന്നോണ്ടേ വായിക്കാൻ. നിനക്കൊന്ന് വായിക്കായിരുന്നു. ഓ, അതെല്ലാം പിന്നെ നോക്കാന്നേ. അല്ല ജീവേട്ടാ, നിങ്ങളൊന്ന് ട്രൈ ചെയ്യുന്നു. എനിക്ക് താല്പര്യമില്ല ഇപ്പൊ. അല്ല, നിന്നോട് എന്താ ക്യാരക്ടർന്നോ എന്താ കാസ്റ്റ് എന്നോ എന്തേലും പറഞ്ഞിനാ? ഏ, അതൊന്നും പറഞ്ഞിട്ടാ. എന്തേ? എനിക്ക് തോന്നുന്നത് മെയിൻ ആയിട്ട് തന്നെ എടുക്കുന്ന. മെയിനാ? ആ, ഹീറോയിൻ ആയിട്ട്. എന്തിനാ നീ പറയുന്നത്? വെറുതെ പേടിപ്പിക്കല്ല. ആ, അതെന്താ ജീവേട്ടാ, നിങ്ങൾക്ക് ഇത്ര പേടിക്കാൻ മാത്രം ഞാൻ എന്താക്കി? ഓ, ഇവിടെ കൊണ്ട് നിക്ക്, ഞാൻ ഒന്ന് പോയിട്ട് സംസാരിച്ചിട്ട് വരാം. ഏ, ഇങ്ങേർക്ക് ഇതെന്തായി? എന്തേലും ആവട്ടെ, എനിക്കെന്ത്. എടാ നന്ദു, നീ അറിഞ്ഞിനാ? എന്തടേ? എടാ, നിന്നെ മെയിൻ ആക്ട്രസ് ആയിട്ട് തെരഞ്ഞെടുത്തു. എന്നെയാ? എടാ, നീ വെറുതെ തമാശ പറയല്ല. ഞാനെല്ലാം വെറുതെ തള്ളു വിട്ടോണ്ടല്ലേ എന്നും പറഞ്ഞിട്ട് നീ വെറുതെ തന്നെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കല്ല. എന്റെ പെണ്ണെ ഒന്ന് വിശ്വസിക്ക, സത്യമാണ്. അമ്മേ, പിന്നൊരു കാര്യമുണ്ട്, നീ അതും അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലേ? ഇനിയുണ്ടോ? എന്തി? നമ്മളെ പ്രൊഫസർ ജീവട്ടെ അഭിനയിക്കുന്നു കേട്ടു. എന്ത്? സത്യം? ആ പെണ്ണെ, നമുക്ക് പറയുന്ന കേട്ടെ, നീ ഒന്ന് അന്വേഷിച്ചു നോക്ക്. ഞാൻ പോട്ടെ. കുട്ടേട്ടാ, വിഷ്ണുട്ടാ, ഞാൻ കേട്ടാ സത്യ? നീ എന്താ കേട്ടെ? ജീവട്ടൻ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നു. സത്യം? അല്ല, നിനക്ക് എങ്ങനെ അറിഞ്ഞു? ശ്രുതി പറഞ്ഞു. ഓ, എന്തപ്പോ പെട്ടെന്ന് മനസ്സ് മാറ്റിയത്? നീ ഹീറോയിൻ എന്ന് അറിഞ്ഞപ്പോ ചിലപ്പോ തോന്നിയതായിരിക്കും. ഒന്നുമില്ല, നീ എന്നെ പോയിട്ട് ചോദിക്ക്, അപ്പൊ മനസ്സിലാവും. ജീവേട്ടാ, ഞാൻ കേട്ടാ സത്യ? ജീവേട്ടൻ ഫിലിമിലുണ്ടെന്ന് പറഞ്ഞു? ആണേ, സത്യം തന്നെ. ഞാനും മനസ്സ് മാറ്റി. കൊറേ ആയി അഭിനയിച്ചിട്ടല്ല, ഒന്ന് പൊടി തട്ടി എടുക്കാന്ന്. ഇതാണ് സ്ക്രിപ്റ്റ്, നീ ഒന്ന് വായിച്ചു നോക്ക്. നിനക്കപ്പൊ മനസ്സിലാവും ഞാൻ എന്താ ആദ്യം പിന്മാറിയെന്ന്. ഈ സീൻ ഉണ്ടായിരുന്നോ? അതന്നെ. അല്ലാട്ടാ, അപ്പൊ ഈ സീനിൽ ഞാൻ അഭിനയിക്കണം? ആ, അഭിനയിക്കേണ്ടി വരും. പിന്നെ ഡയറക്ടർ പറഞ്ഞത് ആ എടുക്കുന്ന സീനെല്ലാം മോർ റിയൽ ആയിട്ട് തോന്നണമെന്ന്. അതായത് നമ്മൾ റിയൽ ആയിട്ട് അതൊക്കെ ചെയ്യണമെന്ന്. അതെല്ലാം ബുദ്ധിമുട്ടാ. അതാ ഞാൻ. ജീവട്ട, എനക്ക് പേടിയാവുന്നു. ഞാൻ പറഞ്ഞിട്ട്. അതാ പെണ്ണെ, വേറെ ആരും ഹീറോ ആയിട്ട് വരുന്നതിന് പകരം ഞാൻ വന്നത്. അതെന്തേ? അത് പിന്നെ വേറെ ആരും വരുന്നതിനേക്കാളും നല്ലതല്ലേ ഞാൻ വരുന്നേ. അങ്ങനെ വിചാരിച്ചു. സ്റ്റോറിയുടെ ഡയറക്ടറിനോ പ്രൊഡ്യൂസറിനോ ആർക്കും അറിയില്ല നീ സ്റ്റോറി വായിക്കാണ്ട ഇതിന് സമ്മതിച്ചേന്. ഇനി പറഞ്ഞ അവരത് പിന്മാറുന്നു, അതൊന്നും നടക്കില്ല. അതാ. സോ വേറെ മുമ്പിൽ നിൽക്കുന്ന കാണും ഞാനല്ലേ കംഫർട്ട്. ജീവട്ടാ, ഇങ്ങക്ക് എന്നോട് എന്തെങ്കിലും ഉണ്ടോ? ഐ മീൻ പ്രേമം? നിനക്കെന്താ തോന്നുന്നേ? എനക്കങ്ങനെ അറിയാനോ നിങ്ങളുടെ മനസ്സിലെന്താന്ന്. പക്ഷെ ഒരു കാര്യം പറയട്ടാ, എനക്ക് നിങ്ങളെ കുഞ്ഞുനാളെ മുതലേ ഇഷ്ടം.
അതുകൊണ്ടാ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇവിടെ തന്നെ പഠിക്കാൻ വന്നത്. എന്റെ നന്ദു, എന്നെ കാണണമെന്നുള്ള ഒരു ഉദ്ദേശത്തിനാ നീ ഇങ്ങോട്ട് വന്നേ? സത്യമായിട്ടും എന്റെ നന്ദു, ഞാൻ എന്താ പറയാ, നിന്നെ ചെറുപ്പം തൊട്ട് എന്റെ മാമന്റെ മോള, എന്റെ മുറപ്പെണ്ണ, അങ്ങനെ പറഞ്ഞ എല്ലാരും എന്നോട്. അന്ന് തൊട്ട് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ നന്ദുവിന്റെ കൂടെ നിന്റെ വീട്ടിലൊക്കെ വന്ന ഓർമ്മയുണ്ട? നിന്നെ കാണാൻ വേണ്ടി മാത്രം. എപ്പോഴോ തുടങ്ങിയ ഇഷ്ടമാ. എന്നാലും മനസ്സ് തന്നെ വെച്ചു. എന്നാലും നിനക്ക് എന്നോട് തിരിച്ചങ്ങനെ തോന്നുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലാട്ടാ. നിനക്ക് സത്യമായിട്ട് എന്നെ ഇഷ്ടമാ. ശിവേട്ടാ, നിങ്ങള് സത്യമാണോ പറയുന്നേ? എനിക്ക് സന്തോഷായി. അപ്പൊ അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങൾ. നമ്മളൊന്നും കണ്ടില്ലേ? ചെറുക്ക എല്ലാത്തിനും വിളിച്ചോണ്ട് പോയേ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ, നമ്മൾ സ്വർഗത്തിൽ കട്ടുറുമ്പൊന്നും ആവുന്നില്ലേ? ഗായ്സ് കമോൺ, നമുക്കറിയേണ്ട കാര്യം അറിഞ്ഞല്ലോ, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. സോ നിനക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നന്ദു, I love you. Love you too. എടി, എനിക്കറിയത്തില്ല ഇത് സത്യമാണോന്ന്. ഈ നിമിഷം റിയൽ ആണോന്ന് പോലും സംശയമാവുന്നുണ്ട്. നന്ദു, എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഞാൻ നീ വിചാരിച്ച പോലെ ഒരാളല്ല. എനിക്കറിയാം എന്റെ ജീവേട്ടൻ എങ്ങനെയാന്ന് എന്താന്ന്. ഞാൻ ജീവേട്ടനെ സ്നേഹിച്ച് അതിന്റെ ഇടയിൽ വേറൊന്നും വരില്ല. എന്തുണ്ടെങ്കിലും വീട്ടിലറിഞ്ഞ ഏയ് പ്രശ്നമൊന്നുമില്ല. നമുക്കവരെ പറഞ്ഞു മനസ്സിലാക്കാലോ. കൂടാതെ നമ്മള് വേറെ ആരും അല്ലല്ലോ, മുറപ്പെണ്ണും മുറച്ചെറുക്കണല്ലേ. നമുക്കെല്ലാം മെല്ലെ പറഞ്ഞിട്ട് അവരെ മനസ്സിലാക്കിപ്പിക്കാം. അങ്ങനെ ശ്രീയുടെയും സഖാവിന്റെയും പ്രണയം കോളേജ് മൊത്തം അറിഞ്ഞു. എല്ലാ സ്റ്റുഡൻസും ആകാംക്ഷയോടെയാണ് കേട്ടതെങ്കിലും എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു. അതിനിടെ ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിങ്ങും ആരംഭിച്ചു. അതിൽ ജീവയും നന്ദും പ്രധാന കഥാപാത്രങ്ങളായി. വരാൻ പോകുന്ന സെം എക്സാമിനെ ഓർത്ത് ക്ലാസ്സുകളും ടൈറ്റായി. അവർക്ക് മാത്രം ചെലവഴിക്കാനുള്ള സമയത്തിന്റെ അളവ് കുറഞ്ഞു വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹോസ്റ്റലിലെ മതിൽചാട്ടം സ്ഥിരമാക്കി തുടങ്ങിയത് നമ്മുടെ സഖാവ്. അങ്ങനെ അവർ രാത്രി ചെലവഴിച്ചു. എക്സാം അടുക്കുന്നതായപ്പോൾ സിനിമയുടെ ഷൂട്ടിംഗ് പകുതിയിൽ മുടങ്ങി തുടങ്ങി. ചില പ്രധാന ഭാഗങ്ങൾ മാത്രം ബാക്കിയായി. അതാണെങ്കിൽ നന്ദു ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്ന ഭാഗം. എന്നാൽ ജീവയുടെ സ്ഥിര സാമീപ്യം അവളിൽ ആശ്വാസമുണ്ടാക്കി. പ്രണയിക്കുന്ന രണ്ട് ഹൃദയങ്ങളുടെ കൂടിച്ചേരലായിരുന്നു കഥ. ഒരുപാട് പരീക്ഷണങ്ങൾക്കൊടുവിൽ ഒന്നു ചേരുന്നവർ, പലതിനെയും നേരിട്ട് മുന്നോട്ട് വന്നവർ. വായിച്ചപ്പോൾ തൊട്ട് ഞെട്ടിയിരുന്ന ആ സീനാണ് ഇപ്പോൾ ഷൂട്ടിംഗ് ചെയ്യേണ്ടത്. അതെ, അതൊരു കല്യാണം. റിയലിസ്റ്റിക്കായി തോന്നണം എന്ന ഡയറക്ടറിന്റെ വാശിക്ക് മുകളിൽ അവർക്ക് ജയിക്കാൻ പറ്റിയില്ല. അവസാനം രണ്ടുപേരും സമ്മതിച്ചു. ജീവേട്ട വേണ്ട, എനിക്ക് പേടിയാണ്. ഏയ് നന്ദു, എന്താ പറ്റി? ശിവേട്ട
ഇത് റിയലായിട്ട് ജീവട്ട എന്റെ കഴുത്തിലല്ലേ കെട്ടാൻ പോകുന്നത്. എനിക്കെന്തോ ഏയ് ഇത് ജസ്റ്റ് ഷൂട്ടിങ്ങിനാ. എന്താ എന്താ അവിടെ പ്രശ്നം? ഒന്നുമില്ല സർ, നമ്മളൊന്ന് സംസാരിച്ചിട്ട് വരാം. ആ ആ വേഗം വേണം. ജീവട്ട ആ താലി കെട്ടുമ്പോ എനിക്കത് സിനിമക്ക് വേണ്ടിയിട്ട് തോന്നുന്നില്ല. അതെനിക്ക് ശരിക്കും കെട്ടുന്ന പോലെ തോന്നുന്നു. എന്തോ എനക്കും അങ്ങനെ തന്നെ. പക്ഷെ എന്ത് ചെയ്യാൻ, ചെയ്തല്ലേ പറ്റൂ. ഇല്ല ജീവട്ട, എന്നെ കൊണ്ട് പറ്റൂല. എന്തോ ഇപ്പൊ പറഞ്ഞിട്ട്. ജീവട്ട ഞാൻ കാര്യം പറയട്ടാ. ഉം. ജീവട്ട ഇത് എന്തിനു വേണ്ടി കെട്ടുന്നതായാലും ഇത് ഞാൻ അയച്ചു മാറ്റില്ല. അതിനപ്പുറം ഞാൻ നിങ്ങളെ ഭാര്യയായിരിക്കും. ഇത് സിനിമക്ക് വേണ്ടിയിട്ടല്ല, റിയൽ ലൈഫായിട്ടാ ഞാൻ പറയുന്നത്. എന്തോ എനിക്ക് സമ്മതം നീ എന്റെ ഭാര്യയാവുന്നതിൽ. ഇപ്പൊ ഞാൻ ഇവിടെ നിന്റെ കഴുത്തിൽ കെട്ടുന്ന താലി ഞാൻ മനസ്സറിഞ്ഞ് എന്റെ ഭാര്യയായിട്ടാ എന്നെ സ്വീകരിക്കുന്നത്, എല്ലാ അർത്ഥത്തിലും. ജീവട്ട ഞങ്ങൾ ചെയ്യുന്നത് നീ പേടിക്കണ്ട, ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഇത് വെറും ഒരു ഷോർട്ട് ഫിലിമാ. പക്ഷെ നമുക്ക് മാത്രമേ അറിയൂ ഇതിന്റെ മീനിങ് എന്താണ്. അപ്പൊ കെട്ടുമല്ലേ? അതോടുകൂടി സിനിമയുടെ ഷൂട്ടിംഗ് ഒന്ന് കഴിഞ്ഞു. പിന്നീട് സ്റ്റഡി ലീവും സെം എക്സാമുമായിട്ട് 2 മാസത്തിന് കടന്നുപോയി. അതിനിടയിൽ ചില സമയങ്ങൾ ജീവയിൽ നിന്നും ചെലവഴിച്ചു. അങ്ങനെ എനിക്ക് ഒരു ദിവസം ജീവ നാട്ടിലേക്ക് മടങ്ങി. പിന്നീട് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ശ്രീ നാട്ടിലേക്ക് വരുന്നത്. ശ്രീ വന്നതറിഞ്ഞ് നന്ദുവിന്റെ സഹായത്തോടെയാണ് അന്ന് രാത്രി ജീവ മതിൽ ചാടിയത്. ഓ അപ്പൊ ആ ഷോർട്ട് ഫിലിമിന്റെ പേരിലാണല്ലേ നിന്റെ കല്യാണം കഴിഞ്ഞത്. ഇതെങ്ങനെ അച്ഛനോട് പറയുന്നറിയില്ല. ചേച്ചി ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? എനക്കറിയില്ല, എന്ത് വന്നാലും നീ എന്റെ കൂടെ ഉണ്ടാവണം. ആ പെണ്ണെ, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്, പേടിക്കണ്ട. ഓക്കെ.